വെൽക്കം ടു മെഷീനറി വേൾഡ്. നമസ്കാരം സാർ, എൻ്റെ പേര് സലാഹുദ്ദീൻ എന്നാണ് സാർ. ഞാൻ മെഷീനറികളുടെ എക്സ്ക്ലൂസീവായിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെഷീനറി വേൾഡ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ മെഷീനറി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സാറിന് ഹാർദവമായ സ്വാഗതം. സാർ, ഇവിടെ ധാരാളം മെഷീൻസ് ഡിസ്പ്ലേയിലുണ്ട്. പിന്നെ അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. നമ്മളെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാൻ ഇത് ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മെയിൻ വരുന്നത് ഫുഡ് പ്രോസസ്സിംഗ് റിലേറ്റഡ് മെഷീനറീസ് ആണ്. അതായത് സൈസ് റിഡക്ഷൻ, ബ്ലെൻഡിങ്, റോസ്റ്റിംഗ്, പൾപ്പിംഗ്, അങ്ങനത്തെ എല്ലാ മെഷീൻസും ചെയ്യുന്നുണ്ട്. നമുക്ക് റെഡ് ടോട്ട് ഉണ്ട്, സ്മിത്ത് മില്ലുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട് മില്ല്, പൾസർ, റോസ്റ്റർ, അങ്ങനെ എല്ലാ മെഷീനറീസും ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഒരു സംരംഭം തുടങ്ങുന്നത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംരംഭമാണെങ്കിൽ അതിന് എല്ലാവിധ സപ്പോർട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സർ, ഇവിടെ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ് 1 by 1 ആയിട്ട് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്? ഇപ്പം ജനങ്ങൾക്ക് ആയുർവേദം, അതുപോലെ തന്നെ പിന്നെ ഫുഡ് പ്രോഡക്ട്സ്, അരി, ഗോതമ്പ്, മുളക്, മല്ലി അങ്ങനെ ഉൾപ്പെടുന്ന ഈ നമ്മളെ ഫുഡ് ഐറ്റംസിന് വേണ്ടുന്ന ഒരുപാട് ധാന്യങ്ങൾ നമുക്ക് പൊടിക്കുകയും അരയ്ക്കുകയും അതുപോലെ മിക്സ് ചെയ്യും, അതുപോലെ തന്നെ ഔഷധങ്ങൾക്ക് വേണ്ടുന്ന കുഴമ്പ്, അങ്ങനെ ഉള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കേട്ടിടത്തോളം പൈലറ്റ് സ്മിത്ത് അങ്ങനെയുള്ള ധാരാളം യന്ത്രങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് പിന്നെ അത്യധികം സന്തോഷമുണ്ട്. സാർ, 1 by 1 ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ. അതായത് ഇത് റെഡ് ടോട്ട് എന്ന് പറഞ്ഞ മെഷീനറിയാണ് സാർ. അതായത് നമുക്കിപ്പോൾ കുക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേഷൻ മെത്തേഡാണ്. അതായത് നമുക്ക് ഇതിലൊരു ഭക്ഷണ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ് പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു 1 year വരെ നമുക്കൊരു റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യണ്ട, ഫ്രിഡ്ജിൽ വെക്കേണ്ട, ജസ്റ്റ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്താൽ മതി. നമുക്കത് എപ്പോഴാണോ ഉപയോഗം വരിക ആ ടൈമിൽ നമുക്ക് ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ പൗച്ച് ഡയറക്റ്റ് ഒരു ഹോട്ട് വാട്ടറിൽ ഇട്ടാൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് സ്മിത്ത് മില്ല് എന്ന് പറയും. നമ്മളൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റിയ മെഷീനറിയാണ്. അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് ഈ ഐസ്ക്രീമിലേക്കൊക്കെ ആഡ് ചെയ്യുക, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെഷീനറിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ബ്ലെൻഡറാണ്. നമ്മുടെ ഡ്രൈ ആയിട്ട് വരുന്ന പൗഡേഴ്സ്, ഇപ്പോൾ മസാല മിക്സിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈ ആയിട്ട് വരുന്ന ഡിഫറെൻറ്റ് പൗഡറുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയ മെഷീനറിയാണ് കുറുമ്പം ബ്ലെൻഡർ. നെക്സ്റ്റ് ഹീറ്റ് ഡ്രയർ എന്ന് പറയും, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റർ, ഇങ്ങനെ പല പേരുകളുണ്ട്. നമുക്ക് ഫുഡ് ഐറ്റംസിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിലൊക്കെ വരണ വെള്ളത്തിൻ്റെ ജലാംശം മാത്രം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിരിക്കുന്നത് റോസ്റ്ററുകളുണ്ട്, പിന്നെ പൊടിക്കാനുള്ള മെഷീനറീസ് ഉണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് റിലേറ്റഡ് വരുന്ന എല്ലാ ഒരു സെഗ്മെൻറ്റും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ സൊല്യൂഷനും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിൻ്റെ A to Z കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. സർ, ഈ ആയുർവേദ ഔഷധങ്ങൾ, ചൂർണം, അങ്ങനെയൊക്കെയുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ, അതായത് വിശേഷിച്ചും ആയുർവേദത്തിന് ഇന്ന് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ആയുർവേദ മരുന്നുകൾക്ക് പ്രോസസ്സ് ചെയ്യുന്ന യന്ത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആയുർവേദം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടിക്കുമ്പോൾ ആ പൊടി വളരെ ഫൈനായിട്ട് കിട്ടണം. അതായത് ചൂർണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ചാലിച്ച് കഴിഞ്ഞാൽ അത്രയും ഫൈനായിട്ട് അലിഞ്ഞു പോകണം. അതിന് യൂസ് ചെയ്യുന്ന മെഷീനറിയാണ് ഇമ്പാക്റ്റ് പൾവറൈസർ എന്ന് പറയുന്നത്. നമുക്കൊരു ടാൽക്കം പൗഡർ ഫൈനസ് ഒരു 80 to 120 മെഷ് വരെ ഫൈനസ് കിട്ടാൻ അത്രയും കഴിവുള്ള മെഷീനറിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് മെഷീനറീസ് വരാം. ഈ കാണുന്ന നമ്മുടെ ഹെഡ് ഓഫീസാണ്. അത് നമുക്ക് അതിൻ്റെ R&D സെക്ഷൻ കാര്യങ്ങൾ. എത്ര വർഷമായിട്ട് നമ്മുടെ ഈ സ്ഥാപനം? 85-ലുള്ള കമ്പനിയാണ്. 1985. അപ്പോൾ 40 വർഷമായി. എവിടെയെല്ലാം ഓഫീസുണ്ട്? നമുക്ക് കേരളത്തിൽ നമുക്കൊരു 8 പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. അതായത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിട്ട് ഒരു 8ഓളം പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഓരോ ഐറ്റത്തിനും ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റിലാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ഒരു മെഷീനറിക്ക് തനിച്ച് ഒരു യൂണിറ്റാണ്, അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തമിഴ്നാട്ടിലൊരു 3 ബ്രാഞ്ചസ് ഉണ്ട്, കർണാടകയിലുണ്ട്, UP യിലുണ്ട്. സർവീസ് ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആയിട്ടാണ് നമ്മുടെ സർവീസിൻ്റെ സെക്ഷൻ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നത്. സർ, ഈ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. വിശേഷിച്ചും വ്യവസായ വകുപ്പിൽ
ഞാൻ ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പൾസ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ യന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഈ ഇതിൽ കാണുന്ന എന്തെങ്കിലും യന്ത്രങ്ങൾ ആവശ്യമുണ്ട്, അവർക്കത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും? അതായത് എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, അതിൽ തന്നെ നിങ്ങളുടെ എൻക്വയറി ജനറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊരു നമ്പറിൽ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.